ഹലോ അജയ്, ട്രോപ്പിക്കൽ ടെറസ് ഗാർഡൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്രിംസൺ റെഡ് എന്നുള്ള പേരയെക്കുറിച്ചാണ്. ഇതാണ് എൻ്റെ 2 വർഷം പ്രായമുള്ള ഒരു ക്രിംസൺ റെഡ് പേര. ഇത് ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് ഒരു 1.5 അടി വലിപ്പമുള്ളൊരു തൈയാണ് വാങ്ങി നട്ടിരുന്നത്. അപ്പോൾ ഇത് ട്രോപ്പിക്കലാണെന്നും സബ് ട്രോപ്പിക്കലാണെന്നും ഒക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തൊരു ചെറിയ പേരയ്ക്ക ഉണ്ടായിരുന്നു. ആ പേരയ്ക്ക കഴിച്ചപ്പോൾ സീഡ്ലെസ് ഒക്കെ ആയിരുന്നു. അതിനുശേഷം 1 വർഷത്തോളം ചെടി വളരുകയും പലതവണ പൂമുട്ടുകൾ ഉണ്ടാവുകയും അവയെല്ലാം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ആക്ച്വലി ഇത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ഈ ക്രിംസൺ റെഡിൻ്റെ. പ്രത്യേകിച്ച് ഈ ട്രോപ്പിക്കൽ, ഇപ്പോൾ എറണാകുളത്തെ പോലെയുള്ളൊരു കാലാവസ്ഥയിൽ ഇത് പൂക്കുകയും ആ പൂക്കൾ കൊഴിഞ്ഞു പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ധാരാളം ഫ്രൂട്ട് പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളിതിനെ കൂടുതൽ ഇതിനെപ്പറ്റി ശ്രദ്ധിച്ചിരുന്നില്ല. ഇതൊരു 50% വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്താണ് വെച്ചിരുന്നത്. അപ്പോൾ ഈ 1.25 വർഷം പോയിട്ടും പിന്നീടും ഇത് അടുത്ത കായൊന്നും ഉണ്ടാകാതിരുന്നുകൊണ്ട് ഞാൻ ഇതിനെ പൂർണ്ണമായിട്ടും വെയിൽ കിട്ടുന്ന ഭാഗത്ത് കൊണ്ട് വെച്ചു. അതിനുശേഷം എങ്ങനെയാണോ മാവിന് വളം ചെയ്യുന്നത്, അതായത് ചെറിയ മാവുകൾക്ക് 1 വർഷത്തിൽ 4 തവണ ജൈവവളം കൊടുക്കും. അതായത് ചാണകപ്പൊടി, പിണ്ണാക്കുകളുടെ മിശ്രിതം, മഗ്നീഷ്യം സൾഫേറ്റ്, അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ്, അതെല്ലാം കൃത്യമായി 4 മാസം കൂടുമ്പോൾ കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ച് NPKയും ഒക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ബോറോൺ പ്രത്യേകിച്ച് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴേക്കും ഇപ്പോൾ ചെടിയിൽ കാര്യമായൊരു മാറ്റം കാണുന്നുണ്ട്. ധാരാളം പൂമുട്ടുകൾ കണ്ടോ, ഇവിടെ പൂമുട്ടുകളൊക്കെ വരുന്നു. അപ്പുറത്തും പൂമുട്ടുകളുണ്ട്. മുട്ട് വിരിയാൻ പോവുകയാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പുതിയ മുട്ടുകൾ വിരിയാൻ പോകുന്നു. എല്ലാ ബ്രാഞ്ചസിലും മുട്ടുകൾ വരാൻ തുടങ്ങി. ഇനി ഇവിടെയാണെങ്കിൽ ചെറിയ പേരയ്ക്ക ഉണ്ടായി തുടങ്ങി. പലരുടെയും പ്രശ്നമാണ് പേരയ്ക്ക പിടിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ചെറിയ പേരക്കൾ പിടിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു പേരയ്ക്ക പഴുത്തിട്ടുണ്ട്. കവറിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പേരയ്ക്ക കിട്ടൂല. അപ്പോൾ നമുക്ക് ഈ പേരയ്ക്ക ഒന്ന് കഴിച്ചിട്ട് റിവ്യൂ ചെയ്ത് നോക്കാം. സൈസ് ഒരു ചെറിയ സൈസൊക്കെ തന്നെയാണ്. നമുക്കിത് കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം. ഇതൊരെണ്ണം നമുക്ക് എടുക്കാം. ഇനി ഈ പേരയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് ക്രിംസൺ റെഡ് ആണ്. ഇത് പല പല പേരിൽ അറിയുന്നുണ്ട്, പല പേരുകളും പറയുന്നുണ്ട്. ഈ പേരയ്ക്ക എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ ഒരു വളരെ ലൈറ്റായിട്ടുള്ള പിങ്കേ ആയിട്ടുള്ളൂ. നല്ല ചുമന്ന കളറൊന്നും ഇല്ല. ഈ ക്രിംസൺ റെഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ നല്ല റെഡ് കളറൊന്നും ഇതിനകത്ത് ഇല്ല. വളരെ കുറച്ച് സീഡുകൾ ഇതിനകത്തുണ്ട്. ഉണ്ടോ, വളരെ കുറച്ച് സീഡുകളെ ഇതിനകത്തുള്ളൂ. ഇതിനകത്തും സീഡ് വളരെ കുറവാണ്. ഏതായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് പറയാം. ക്രിംസൺ റെഡ് എന്ന് പറയുമെങ്കിലും റെഡ് കാണുന്നില്ല. ഇനി കുറേ നാൾ കഴിയുമ്പോഴേക്കും ഈ ചെടി വളർന്ന് വലുതായി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ പേരക്കയുടെ വലിപ്പം കൂടുകയും ചിലപ്പോൾ നമുക്ക് റെഡ് കളറിലോട്ട് വരികയും ചെയ്യാം. ഏതായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരമുള്ള ഒരു പേരക്കയാണ്. ഒരു കരിമ്പൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. കരിമ്പിൻ്റെ അത്രയും മധുരമൊന്നുമില്ല, പക്ഷെ മറ്റു പേരകളെക്കാളും വളരെയധികം മധുരം കൂടുതലുള്ള ഒരു പേരക്കയാണിത്. അപ്പം ഇതൊക്കെയാണ് ക്രിംസൺ റെഡ് എന്ന പേരക്കയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പുതിയ പുതിയ വേർഷൻ, ഈ ജപ്പാൻ പേര, പിന്നെ ജാർവി റെഡ് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പുതിയ പുതിയ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് കൂടുതൽ കായ്ക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്കാവുന്ന ഒരു നല്ല ഇനം പേരക്കയാണ് ക്രിംസൺ റെഡ്. അല്ലെങ്കിൽ ജാർവി പേര നന്നായിട്ടുണ്ടാകുമെങ്കിൽ അത് നടാവുന്നതാണ്. ജാപ്പാൻ പേരയ്ക്കും ഇതേപോലെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. ഇത് ജാപ്പനീസ് ഒറിജിനാണെന്നും അതുപോലെ തന്നെ അമേരിക്കൻ ഒറിജിനാണെന്നും
ഒപ്പം തന്നെ തൈവാൻ ഒറിജിനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇത്തരം പേരകളും ഇവിടെ നല്ല സൂര്യപ്രകാശത്തിൽ വെക്കുകയും ശരിയായ രീതിയിൽ നല്ല വളപ്രയോഗം നടത്തി മൈക്രോ ന്യൂട്രിയൻസും ബോറോണും ഒപ്പം തന്നെ NPKയും ജൈവ വളങ്ങളൊക്കെ സമയത്തിന് മാവുകൾക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കുകയും നന്നായി നനയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, നല്ല സൂര്യപ്രകാശത്തിൽ വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേരക്കയും ഇവിടെ കായ്ക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.